ബംഗാളിൽ 11 വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്ത് പുഴയിൽ തള്ളിയ ആ ഒരു കേസിൽ എൻകൗണ്ടറാണ് നടന്നിട്ടുള്ളത്. നമ്മൾ യുപിയിലെ എൻകൗണ്ടറിനെ പറ്റിയിട്ട് ഒരുപാട് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇങ്ങ് ബംഗാളിൽ ഇതേ രീതിയിൽ യുപിയിൽ കണ്ട് പരിചിതമായിട്ടുള്ള രീതിയിൽ തന്നെ എൻകൗണ്ടർ സംഭവിച്ചിരിക്കുകയാണ്. ഇത് അതോടൊപ്പം തന്നെ സുവേന്ദു അധികാരി മറ്റു ചില കാര്യങ്ങളൂടെ പറയുന്നുണ്ട്. ഇത് മുന്നത്തെ ബംഗാളല്ല, ബംഗാൾ മാറിയിട്ടുണ്ടെന്ന്. അതായത് കുറേ കാലമായിട്ട് വിശേഷിച്ചും മമതയുടെ ഭരണം തുടങ്ങിയതിന് ശേഷം ബംഗാൾ ഒരു കുത്തഴിഞ്ഞ അവസ്ഥയിലായിരുന്നു. ക്രമസമാധാന നിലയിൽ വലിയ രീതിയിലുള്ള അയവ് സംഭവിച്ചിട്ടുണ്ട്. മിക്കവാറും ഒരു ബലാത്സംഗം അവിടെ ഒരു രീതിയായിരുന്നു. അതിപ്പോൾ നമ്മൾ ആ ഹോസ്പിറ്റലിലെ ഡോക്ടറുടെ കാര്യത്തിൽ നമുക്കെല്ലാവർക്കും ആർ കെ കർ ഒരു ഹോസ്പിറ്റലിലെ ഒരു ഡോക്ടറുടെ കാര്യത്തിൽ നമ്മളെല്ലാം അത് കണ്ടതാണ്. പക്ഷെ അത് നമ്മൾ അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ബംഗാളിൽ ഗ്രാമാന്തരങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരുന്നു. കാരണം അവിടെ പോലീസ് നിർവീര്യമായിരുന്നു. അതിൽ നിന്ന് ഇപ്പോൾ ഒരു മാറ്റം ഉണ്ടായിട്ട് മാസങ്ങളേ ആയിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഈ സ്വഭാവത്തിൽ നിന്ന് ഉദ്യോഗസ്ഥരും ബംഗാളിലെ ഗുണ്ടകളും വിമുക്തരല്ല. അവരിപ്പോഴും പഴയ രീതിയിൽ ചെയ്യാനുള്ളൊരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കും. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രഭാഷ് മണ്ഡൽ ഈ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടത്. പ്രഭാഷ് മണ്ഡൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് അയാളെയും കൊണ്ട് തെളിവെടുപ്പിന് പോകുന്ന സമയത്താണ് അയാൾ പോലീസുകാരുടെ അടുത്ത് നിന്ന് ഇറങ്ങി ഓടാൻ വേണ്ടി ശ്രമിക്കുകയും അവിടെ പോലീസ് വെടിവെപ്പിൽ ഇയാൾ മരിക്കുകയും ചെയ്തു. അവിടെ പോലീസും ഗുണ്ടകളും തമ്മിൽ ഏറ്റുമുട്ടുന്നു എന്നുള്ളൊരു പുതിയ കാര്യമല്ല. ഗുണ്ടകളുടെ അടുത്തും തോക്കുണ്ടാവും, അവർ പോലീസുകാരെ വിരട്ടി നിർത്തുന്ന രീതിയും ഉണ്ടായിരുന്നു. പക്ഷെ അന്നൊക്കെ വിജയം ഗുണ്ടകൾക്കായിരുന്നു, പോലീസിന് അങ്ങനെ വിജയം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഈ എൻകൗണ്ടറിൽ ഇയാൾ മരിച്ചു. അയാളുടെ കൂടെ പിന്നെ ഉണ്ടായിരുന്നത് എന്താണ്? ആനന്ദ സർക്കാർ ആൻഡ് ദിവാകർ സർദാർ. ആനന്ദ സർദാർ ആൻഡ് ദിവാകർ സർദാർ, ഈ രണ്ട് പേര് കൂടി അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇവരുടെ റോൾ എന്താണ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് അറിയില്ല ഈ കാര്യത്തിൽ. പക്ഷേ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇനി ഇത് സഹിക്കാൻ അവിടുത്തെ ബംഗാളിലെ ജനങ്ങൾ തയ്യാറല്ല. ബംഗാളിലെ ജനങ്ങൾ തയ്യാറല്ല എന്ന് മാത്രമല്ല, അവരുടെ പ്രതികരണവും ഇപ്പോൾ വളരെ രൂക്ഷമാണ്. അതുകൊണ്ടാണ് അവിടുത്തെ ഇയാളോടൊപ്പമുണ്ട് എന്ന് വിശ്വസിച്ചിരുന്ന, ഇതിൽ പ്രതിയാക്കപ്പെടാൻ സകല സാധ്യതയുണ്ട് എന്ന് വിശ്വസിച്ചിരുന്ന ഇന്ദ്രജിത് മണ്ഡൽ എന്ന് പറയുന്ന കക്ഷിയെ ജനങ്ങൾ തല്ലിക്കൊല്ലുകയാണ് ചെയ്തത്. കാരണം ഇതിൽ ഇയാൾ പ്രതിയാക്കപ്പെട്ടേക്കാൻ ഇടയുണ്ട് എന്ന് ജനങ്ങൾ വിശ്വസിച്ച ഒരാളെ ആൾക്കൂട്ടം ചേർന്നിട്ട് തല്ലിക്കൊന്നു. അപ്പോൾ ഈ ആൾക്കൂട്ടം തല്ലിക്കൊന്നു കഴിഞ്ഞാൽ ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ ലോലെസ്നെസ്സായി, ക്രമവും സമാധാനവും തകരുന്നൊരവസ്ഥ വരും. അങ്ങനെ ക്രമസമാധാനം തകരുന്ന ഒരവസ്ഥ വന്ന ബംഗാളാണ്. ക്രമസമാധാന നില തകരുന്ന ഒരവസ്ഥ വന്ന ബംഗാളാണ്. ആ ബംഗാളിനെ ക്രമസമാധാനത്തിലേക്ക് കൊണ്ടുവരികയാണ്, ലോ ആൻഡ് ഓർഡറിലേക്ക് കൊണ്ടുവരികയാണ് സുവേന്ദു അധികാരി. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ഇത് പഴയ ബംഗാളല്ല, കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുകയും പിടിക്കപ്പെടുകയും ചെയ്യുന്ന ബംഗാളാണ്. കുറേ കാലമായിട്ട് അവിടെ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുകയോ പിടിക്കപ്പെടുകയോ ചെയ്യുമായിരുന്നില്ല. അത് കമ്മ്യൂണിസ്റ്റ് ഭരണകാലം മുതൽ തുടങ്ങിയതാണ്. കമ്മ്യൂണിസ്റ്റ് ഭരണകാലത്ത് കമ്മ്യൂണിസ്റ്റുകാരായ ഗുണ്ടകൾക്ക് പരിരക്ഷ ഉണ്ടായിരുന്നു. കേരളത്തിലെ പോലെ തന്നെയായിരുന്നു. ഗുണ്ടകൾക്ക് ആരായിമാരാണോ പരിരക്ഷയുണ്ട്, ഗുണ്ടകൾ കൊടിസുനിയാണോ പരിരക്ഷയുണ്ട്. അപ്പോൾ ഗുണ്ടകൾക്ക് പരിരക്ഷ കൊടുത്ത് പാർട്ടി സംരക്ഷിച്ചിരുന്നൊരു ഈ കേരളത്തിലുണ്ടായിരുന്നതിനേക്കാൾ വളരെ ഭീകരമായിരുന്നു ബംഗാളിൽ. ആ ചെറ്റത്തരം ചെയ്യുന്നതിൽ നിന്ന് ഈ ജ്യോതി ബസുവും വിമുക്തനായിരുന്നില്ല. ജ്യോതി ബസു ഇങ്ങനെ കാണുമ്പോൾ നന്നായിട്ട് വസ്ത്രം നടത്തി നല്ല ഇതിൽ പറയുകയും ആ ബംഗാളിൻ്റെ ഒരു അഹങ്കാരത്തോടു കൂടി നിൽക്കുകയും ചെയ്യും എന്നല്ലാതെ ഭരണം വളരെ മോശമായിരുന്നു. ജനങ്ങളുടെ പട്ടിണി മാറ്റാൻ 32 കൊല്ലം ഭരിച്ചിട്ട് കഴിയാത്ത ഒരു മുഖ്യമന്ത്രിയെക്കുറിച്ച് എന്ത് പറയാനായിട്ടാണ്? കമ്മ്യൂണിസ്റ്റുകാർ 32 കൊല്ലം ഭരിച്ചില്ലേ?
32 കൊല്ലം ഭരിച്ചിട്ടും ആ ഭരിച്ച സംസ്ഥാനത്തുള്ള ജനങ്ങളുടെ പട്ടിണി മാറ്റാൻ കഴിഞ്ഞില്ല. പിന്നെ എന്തു പറയാനായിട്ടാണ് അതിനെക്കുറിച്ച്? എന്ത് ഭരണനേട്ടം പറഞ്ഞിട്ട് എന്താ കാര്യം? നിങ്ങൾ ഏത് വിപ്ലവമാണ് കൊണ്ടുവന്നത്? നിങ്ങൾ ഏത് സോഷ്യലിസമാണ് അവിടെ നടപ്പിലാക്കിയത്? നിങ്ങൾ ഭരിച്ചത്രയും കാലം, അത് വേണ്ടി 20 കൊല്ലം 25 കൊല്ലം മറ്റോ ഇയാൾ ഭരിച്ചു. ആരെ? ഈ ജ്യോതി ബസു. ജനങ്ങളുടെ പട്ടിണി മാറ്റണ്ടേ? അടിസ്ഥാന ആവശ്യം ആഹാരമല്ലേ? ജനങ്ങൾക്ക് ആഹാരം എത്തിച്ചു കൊടുക്കാനുള്ളൊരു സംവിധാനം ഉണ്ടാക്കാൻ കഴിയാതെ പോയ ഒരു മുഖ്യമന്ത്രിയെക്കുറിച്ച് എനിക്ക് ഒട്ടും മതിപ്പില്ല എന്ന്. അയാൾ ഇംഗ്ലീഷ് പറയുമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യമുള്ളത്? ഇംഗ്ലണ്ടിൽ പോയി പഠിച്ചാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യമുള്ളത്? അത് പോരല്ലോ. ഇയാൾ ഭരിച്ച സംസ്ഥാനത്ത് ആ 32 കൊല്ലം ഇവർ തുടർച്ചയായി ഭരിച്ചിട്ട് ജനങ്ങൾ പട്ടിണിയിൽ കിടന്ന്. ജനങ്ങളുടെ പട്ടിണി മാറ്റാൻ കഴിഞ്ഞില്ല. ജനങ്ങളുടെ പട്ടിണി മാറ്റാൻ കഴിയും എന്ന് പറഞ്ഞിട്ടാണ് ബംഗാളിൽ മമത വന്നത്. ഒരു മാറ്റവും മമതയോ ഉണ്ടാക്കിയില്ല. അപ്പോൾ ഒരു സ്വാതന്ത്ര്യം കിട്ടി 70 കൊല്ലം കഴിഞ്ഞിട്ടും പട്ടിണി മാറാൻ സമ്മതിക്കാതിരുന്ന ഭരണ സംവിധാനം നിലനിന്ന ഒരു ബംഗാളിലാണ് സുവേന്ദു അധികാരി ജനങ്ങളുടെ പട്ടിണി മാറ്റിക്കൊണ്ടുള്ള ഒരു ഭരണ സംവിധാനത്തെക്കുറിച്ച് ആലോചിച്ച് വന്നിരിക്കുന്നത്. അതാണ് മാറ്റം. മാറ്റം എന്താണെന്ന് ചോദിച്ചാൽ ഇതാണ് മാറ്റം. ആ ജനങ്ങളുടെ പട്ടിണി മാറണം എന്നുണ്ടെങ്കിൽ ക്രമസമാധാന നില പരിപാലിക്കപ്പെടണം. അത് രാജ്യത്തിൻ്റെ ഏറ്റവും പരമപ്രധാനമായ കാര്യമാണ്. ക്രമസമാധാന നില സംരക്ഷിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ അക്രമം നടത്തി രാക്ഷസീയമായ പ്രവൃത്തികൾ ചെയ്യുന്നവരെ അമർച്ച ചെയ്യുക തന്നെ വേണം. രാക്ഷസരെ പിന്നെ എന്ത് ചെയ്യാൻ കഴിയും? രാക്ഷസരെ എന്ത് ചെയ്യാനായിട്ടാണ് നമുക്ക് കഴിയുക? ലോകത്തെവിടെയും രാക്ഷസരായിട്ടുള്ളവർ എന്ത് ചെയ്യുക? എങ്ങനെയാണ് അവരെ നിലക്ക് നിർത്തുക? ജനങ്ങൾ അക്രമാസക്തരായി ആളുകളെ കൊല്ലുന്നൊരു സാഹചര്യം വരുന്നത് ജനങ്ങൾക്ക് നിലവിലുള്ള സംവിധാനത്തിൽ വിശ്വാസം നഷ്ടപ്പെടുമ്പോഴാണ്. അതിൽ ജനങ്ങളുടെ വിശ്വാസം വീണ്ടെടുത്തില്ലെങ്കിൽ ജനാധിപത്യം നിലനിൽക്കില്ല. ജനാധിപത്യം നിലനിൽക്കണമെങ്കിൽ ജനങ്ങളുടെ വിശ്വാസം വീണ്ടെടുക്കുക തന്നെ വേണം. ആ ജനവിശ്വാസം വീണ്ടെടുക്കുന്നതിന് വേണ്ടിയാണ് സുവേന്ദു അധികാരി അവിടെ പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ബലാത്സംഗം ചെയ്ത് ജനങ്ങളുടെ ജീവിതത്തിന് ഭീഷണി മുഴക്കിക്കൊണ്ട് ക്രമസമാധാനം തകർത്തുകൊണ്ട് പട്ടിണിക്കാരെ കൂടുതൽ കൂടുതൽ പട്ടിണിയിലേക്ക് തള്ളിവിട്ടുകൊണ്ടുള്ളൊരു ഭരണത്തിൽ നിന്ന് ബംഗാളിനെ വിമോചിപ്പിക്കണം. അതാണ് സുവേന്ദു അധികാരി നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും. കാരണം ഒരു രാജ്യം ഭരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വേറെ എന്തുണ്ടായിട്ട് എന്താ കാര്യം? ജനാധിപത്യം സംരക്ഷിച്ചു, ഞങ്ങൾ സോഷ്യലിസം സംരക്ഷിച്ചു എന്നൊക്കെ പറഞ്ഞാലും വിശക്കുന്നവൻ്റെ മുന്നിൽ ജനാധിപത്യവും സോഷ്യലിസവും ദൈവവും ആഹാരത്തിൻ്റെ രൂപത്തിലേ വരുള്ളൂ. ആഹാരമില്ലാതെ നിങ്ങൾക്ക് സോഷ്യലിസം പറഞ്ഞിട്ട് കാര്യമില്ല, ജനാധിപത്യം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ആര് ശ്രദ്ധിക്കാനായിട്ടാണ്? നിങ്ങൾക്ക് ആഹാരം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ജനാധിപത്യവും സോഷ്യലിസവും എന്താണെന്ന് ശ്രദ്ധിക്കാൻ കഴിയൂ. ആഹാരമില്ലാതെ മരിച്ചുകൊണ്ടിരിക്കുന്ന ജനങ്ങളോട് നിങ്ങൾ പോയി ജനാധിപത്യമുണ്ട്, സോഷ്യലിസമുണ്ട്, കാറൽ മാർക്സ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അവർ പുച്ഛിക്കും നിങ്ങളെ. ചിലപ്പോൾ അവർ തിരിഞ്ഞു നിന്നെന്നും ഇരിക്കും. ബംഗാളിൽ ഈ 32 കൊല്ലം കാറൽ മാർക്സ് ഉണ്ടെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ആഹാരമുണ്ടെന്ന് പറഞ്ഞില്ല, അവർക്ക് സുരക്ഷ ഉണ്ടെന്ന് പറഞ്ഞില്ല, അവരുടെ തൊഴിലില്ലായ്മ മാറ്റാനുള്ള സംവിധാനം ഒരുക്കുമെന്ന് പറഞ്ഞില്ല. മമത വന്നിട്ടും അത് തന്നെ തുടർന്നു. മമത വന്നപ്പോൾ ചെയ്തതെന്ന് വെച്ചാൽ ഈ ദുഷ്ടശക്തികൾ മുഴുവനും TMC ആയിട്ട് മാറുകയാണ് ചെയ്തത്. അവരതേ രീതിയിൽ തുടർന്നു. അവരെ അതേ രീതിയിൽ തുടരുന്ന ഒരു സംവിധാനം BJP അനുവദിക്കില്ല. അതാണ് സുവേന്ദു അധികാരിയുടെ മാറ്റം. കാരണം ഈ രീതിയിൽ പോകുന്നവരെ അമർച്ച ചെയ്യും. പോലീസിൻ്റെ കയ്യിൽ നിന്ന് തോക്ക് തട്ടിപ്പറിച്ചിട്ട് പോലീസിനെ വെടിവെച്ച് വീഴ്ത്താൻ ശ്രമിക്കുന്നവരെ പോലീസ് വെടിവെച്ച് വീഴ്ത്തും. സ്വാഭാവികമാണ്. പോലീസിന് ആയുധം കൊടുത്തിട്ടുണ്ട്, തോക്കും കൊടുത്തിട്ടുണ്ട്. എന്തിനാണത്? അല്ലെങ്കിൽ പോലീസിന് ആയുധവും തോക്കും കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. അവർക്കെതിരെ ആക്രമണം വരുന്ന സമയത്ത് അവർ
ലോ ആൻഡ് ഓർഡർ ക്രമസമാധാനം പരിരക്ഷിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന സന്ദർഭത്തിൽ അവർക്കെതിരെ ആക്രമണം വന്നു കഴിഞ്ഞാൽ പ്രത്യാക്രമണം നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് അവർക്ക് തോക്ക് കൊടുത്തിരിക്കുന്നത്. അല്ലാതെ കാണാൻ വേണ്ടിയിട്ട് കൊടുത്തേക്കണ തോക്കല്ല. അല്ലെങ്കിൽ പിന്നെ അവർക്ക് ആയുധം കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. അവർ ആയുധം കൊടുത്ത് വിട്ടിരിക്കുന്നത് നിങ്ങൾ ആയുധമെടുത്തായാലും ശരി ക്രമസമാധാനം സംരക്ഷിക്കണം, ജനങ്ങളുടെ ജീവനും സ്വത്തിനും പരിരക്ഷ നൽകണം. അതിൻ്റെ ഭാഗമാണിത്. അവിടെ നിങ്ങൾക്കിത് ചെയ്തേ പറ്റൂ എങ്കിൽ അത് ചെയ്യണം. അതായത് പോലീസുകാരെ റോട്ടിലിട്ട് പട്ടിയെപ്പോലെ തല്ലുന്ന സമയത്ത് ഞങ്ങൾ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിരിക്കാൻ പറ്റൂ? പറ്റില്ലല്ലോ. അപ്പോൾ പട്ടിണി മാറ്റാൻ കഴിയാത്ത ഭരണങ്ങളുണ്ടായിരുന്നു. ആ പട്ടിണി മാറ്റാൻ കഴിയാത്ത ഭരണത്തിൽ നിന്നുള്ളൊരു മാറ്റം, സ്ത്രീകളെ നിരന്തരം ബലാത്സംഗം ചെയ്തുകൊണ്ടിരുന്നൊരു ഭരണ സംവിധാനം ഉണ്ടായിരുന്നു, അതിൽ നിന്നുള്ളൊരു മാറ്റം, ബലാത്സംഗക്കാരി ശിക്ഷിക്കപ്പെടാതിരുന്നൊരു കാലം ഉണ്ടായിരുന്നു, അതിൽ നിന്നുള്ളൊരു മാറ്റം, ഇങ്ങനെയുള്ളൊരു മാറ്റമാണ് ഇപ്പോൾ ബംഗാളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും കൗതുകരവും നിങ്ങൾക്ക് താല്പര്യമുള്ളതുമായ വാർത്തകളുമായി ഇന്ത്യ ലൈവ് നിരന്തരം നിങ്ങളുടെ മുന്നിൽ വരുന്നുണ്ട്. നിങ്ങൾ ചാനൽ കാണുന്നുമുണ്ട്. പക്ഷേ ചിലരൊക്കെ നമ്മുടെ ചാനൽ കണ്ടിട്ട് അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകുന്നുണ്ട്. ഒന്ന് ചെയ്തേക്കണേ.